പുതിയ നിർദ്ദേശം ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ചത് ഒരു കമ്മീഷനെ നിയോഗിച്ച ആശമാരുടെ വിഷയങ്ങൾ പഠിച്ചതിന് ശേഷം 3 മാസം കഴിഞ്ഞ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നുള്ളതാണ്. ധനവകുപ്പ്, തൊഴിൽ വകുപ്പ്, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷനെ നിയോഗിക്കാമെന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ അത്തരത്തിലൊരു നിർദ്ദേശം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ 53 ദിവസം വൈകിയത് എന്തുകൊണ്ട് ആണ് എന്നുള്ള ചോദ്യമാണ് തിരിച്ച് ആശാപ്രവർത്തകർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ധനമന്ത്രി KN ബാലഗോപാൽ അടക്കം ഓൺലൈനായിട്ട് ഇന്നലത്തെ ചർച്ചയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാത്ത സാഹചര്യത്തിൽ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശാപ്രവർത്തകർ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. ശരി, 3000 രൂപ വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യം പോലും അംഗീകരിച്ചില്ല ആരോഗ്യവകുപ്പ് ഇന്നലെ. നമ്മൾ 3000 രൂപ എന്നുള്ളതല്ല, നമ്മുടെ ഡിമാൻഡ് 21,000 രൂപ എന്നുള്ളതാണ്. അവിടെ ഒരു കമ്മിറ്റിയെ വെച്ച് പഠനം 3 മാസത്തിനുള്ളിൽ പഠനം നടത്തി തീരുമാനം എടുക്കാം ഈ വിഷയങ്ങളിലെല്ലാം. ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന മാത്രമല്ല ബാക്കി എല്ലാ വിഷയങ്ങളിലും നിന്ന് അഭിപ്രായം പറഞ്ഞപ്പോൾ ഓണറേറിയത്തിൻ്റെയും വിരമിക്കലിന് ആനുകൂല്യത്തിൻ്റെയും വിഷയത്തിൽ കമ്മിറ്റിയുടെ കാര്യമില്ല. ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ സർക്കാർ. മറ്റ് സ്റ്റേറ്റുകൾ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ ഇങ്ങനെ ഒരു കമ്മിറ്റിയുടെ കാര്യമില്ല. അത് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടുന്നത് എന്നൊരു ചർച്ച വന്നപ്പോഴാണ് നമ്മൾ അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഒരു സമരം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി തുടക്കത്തിലൊരു 3000 രൂപ പ്രഖ്യാപിച്ചിട്ട് പിന്നെ ഘട്ടം ഘട്ടമായി അത് വർദ്ധിപ്പിക്കുന്ന നടപടി എടുക്കണം എന്നുള്ള ഒരു തരത്തിലാണ് നമ്മൾ 3000 രൂപയുടെ ഒരു പ്രപ്പോസൽ വെച്ചത്. ആ പ്രപ്പോസൽ പോലും അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലത്തെ ചർച്ചയിൽ ഇപ്പോൾ മറ്റ് INTUC, CITU ട്രേഡ് യൂണിയനുകളൊക്കെ പൂർണ്ണ സംതൃപ്തരായിരുന്നോ? അവരെല്ലാവരും സംതൃപ്തരാണ് എന്നാണ് അതുകൊണ്ടാണല്ലോ വെച്ച ആ പ്രപ്പോസൽ അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞത്. മറിച്ച് നമ്മൾ 54 ദിവസം ഇന്ന് സമരം നടത്തിയിട്ട് ഇത് 54ാമത്തെ ദിവസം നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇനിയൊരു കമ്മിറ്റി വെച്ച് പഠനം നടത്തി ആ ഒരു പരിഹാരം നിർദ്ദേശിക്കാമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. മറിച്ച് ഇതിനുള്ളിൽ തന്നെ അവർക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാമായിരുന്നല്ലോ, അല്ലെ അത്തരത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നൊരു ആലോചന നടത്താമായിരുന്നല്ലോ. അപ്പോൾ ഇന്നലെയും നമ്മൾ കണ്ടത് അത്തരത്തിലുള്ള യാതൊരു ആലോചനയും നടത്താതെ ഒരു കമ്മിറ്റി പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളത് മാത്രമാണ് അവർ ചെയ്തത്. അപ്പോൾ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഒരു സമരത്തിന്റെ സാഹചര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ആ സമരം സെറ്റിൽ ചെയ്യുന്നതിനുള്ള യാതൊരു നീക്കങ്ങളും ഉണ്ടായില്ല. അടുത്ത ഘട്ട ചർച്ച അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നു? നമ്മൾ ആവശ്യപ്പെട്ടു, ഒരു ചർച്ച കൊണ്ട് പരിഹരിക്കുന്നില്ലല്ലോ, അപ്പോൾ വീണ്ടും ഒരു ചർച്ചയും കൂടെ ആകാം എന്ന് പറഞ്ഞ് മറ്റു യൂണിയനുകളും അത് അക്സെപ്റ്റ് ചെയ്ത് പോയതാണ്. അത് ഇനി എന്താണെന്നുള്ളത് അവരറിയിക്കണം. ഈ ആശമാരുടെ കാര്യത്തിൽ മാത്രം സർക്കാർ ഇത്ര നിസ്സംഗത പുലർത്തുന്നത് എന്തുകൊണ്ടാണെന്നാണ് കരുതുന്നത്? നമ്മളിപ്പോൾ സമരവുമായി വന്നു, ബാക്കി ഒത്തിരിയേറെ പ്രശ്നങ്ങളുള്ള തൊഴിലാളി വിഭാഗങ്ങളുണ്ട്. പക്ഷേ ഈ സമരവുമായി വന്നിട്ട് അതിനകത്ത് ചില തൽപര കക്ഷികളുടെ പിടിവാശിയാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുതന്നെയാണ് 3ാമത് മന്ത്രിതല ചർച്ചയും പരാജയപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും സമരവുമായിട്ട് ആശാപ്രവർത്തകർ മുന്നോട്ട് പോവുകയാണ്. ഇന്നിപ്പോൾ രാപ്പകൽ സമരം തുടങ്ങി 53ാമത്തെ ദിവസവും നിരാഹാര സമരം തുടങ്ങി 16 ദിവസത്തോളവും എത്തുന്നു എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഈ സമരം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രായോഗികമായിട്ടുള്ള ഇടപെടലുകൾ ഒന്നും തന്നെ ഇന്നലെയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു കമ്മീഷനെ വെച്ച് ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ, അതിനുശേഷം 3 മാസത്തിന് ശേഷം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നുള്ള ആവശ്യം പൂർണ്ണമായിട്ടും ആശാപ്രവർത്തകർ തള്ളുകയാണ്. അതിന് 53 ദിവസം എടുത്ത എന്തിന് എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി ഇന്നലത്തെ ചർച്ചയിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മറ്റ് CITU, INTUC ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയനുകൾ ഇന്നലെ ചർച്ചയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തുടക്കം മുതൽ തന്നെ ആശാപ്രവർത്തകരുടെ സമരത്തെ തള്ളിപ്പറയുകയും അവരുടെ സമരത്തിന് നേരെ പലതരത്തിലുള്ള അധിക്ഷേപങ്ങൾ പ്രയോഗിക്കുകയും ചെയ്ത ട്രേഡ് യൂണിയനുകളാണ്. അവർ ഇന്നലത്തെ ചർച്ചയിൽ പൂർണ്ണ തൃപ്തരായിരുന്നു എന്നുള്ള വിവരമാണ് ആശാപ്രവർത്തകരുടെ ഭാഗത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ സമരം ചെയ്യുന്ന കഴിഞ്ഞ 54 ദിവസമായിട്ട് രാപ്പകൽ സമരം നടത്തുന്ന, നിരാഹാര സമരം നടത്തുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഇന്നലത്തെ ചർച്ചയിൽ തൃപ്തരല്ല എന്ന് മാത്രമല്ല അവരുടെ ആവശ്യങ്ങൾ അത് ഒരു തരത്തിലും പരിഗണിക്കാത്ത ചർച്ചയായിരുന്നു ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇനിയും ഒരു ചർച്ചയ്ക്ക് വകയുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നത്. ആ ചർച്ചയിലെങ്കിലും പരിഹാരമുണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതിനോടകം തന്നെ ആശാപ്രവർത്തകരുടെ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ അത് നിയമസഭയിൽ മാത്രമല്ല ലോക്സഭയിൽ അടക്കം ചർച്ചയാകുകയും പാർട്ടി കോൺഗ്രസിലടക്കം അവർ അത് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും എത്രയും വേഗം ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇവരെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിൽ നിന്ന് തിരിച്ച് സന്തോഷപൂർവ്വം അവരുടെ പഴയ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ അത് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം.
ശരി, സൂര്യഗായത്രിയാണ് സമരവേദിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം. എക്സാലോജിക്കും ശശിധരൻ കർത്തയും